അജ്മൽ ഹായ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒറ്റ ഇസ്ലാമല്ലേ ഉള്ളൂ നമ്മൾ ഈ കാണുന്നത്. ഒരു ഖുർആൻ, ഹദീസുകളാണെങ്കിൽ പ്രവാചകൻ ചെയ്തതും പ്രവാചകൻ പറഞ്ഞതും പ്രവാചകൻ പ്രവർത്തിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഹദീസ്. ചെയ്തതും പ്രവർത്തിച്ചതും ഒന്നാണല്ലേ. പ്രവാചകൻ ചെയ്തത്, പറഞ്ഞത്, അനുവാദം നൽകിയത്, ഇതാണ് ഹദീസ്. അങ്ങനെ വരുമ്പോൾ അതെല്ലാം പരസ്പര വിരുദ്ധമായിരിക്കാൻ സാധ്യതയില്ലല്ലോ. ഇമാം ബുഖാരി പറയുന്നത് പ്രവാചകൻ ഒരു കാര്യം ചെയ്തു എന്ന്. ഇമാം മുസ്ലിം പറയുമ്പോൾ ചെയ്തില്ല എന്ന് എങ്ങനെ പറയും? പ്രവാചകൻ ചെയ്തതല്ലേ ഇമാം ബുഖാരി എഴുതിയത്. ഒരുപാട് പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ഹദീസുകളുണ്ട്. ഖുർആൻ വചനങ്ങൾ തന്നെ ഒരുപാട് പരസ്പര വിരുദ്ധമാണ്. ഒരിക്കൽ ഒന്ന് പറയും, പിന്നെ ഒരിക്കൽ അത് മാറ്റി പറയും, പിന്നീട് അടുത്തതായിട്ട് അത് തിരുത്തി പറയും. ഇങ്ങനെ മാറ്റിയും തിരുത്തിയും ആവർത്തിച്ചും ഇഷ്ടം പോലെ പഠിച്ചു പറയുന്നുണ്ട്. ഖുർആനിലെ ആവർത്തനങ്ങൾ മുഴുവനും ഒഴിവാക്കിയാൽ, അൽ ബുഖാരി വെൽക്കം, ഖുർആനിലെ ആവർത്തനങ്ങൾ മുഴുവനും ഒഴിവാക്കിയാൽ ഖുർആൻ ഇന്ന് കാണുന്നതിൻ്റെ 1/3 മാത്രമേ ഉണ്ടാകൂ. കാരണം ആദമിന്റെ ചരിത്രം എത്ര എടുത്താ പറയുന്നതെന്നറിയാം. നൂഹ് നബിയുടെ ചരിത്രം, ഫിർഔന്റെ ചരിത്രം, ഈസാ നബിയുടെ ചരിത്രം, മൂസാ നബിയുടെ ചരിത്രം എന്നു വേണ്ട സകലമാന കാര്യങ്ങളും മാറ്റിയും തിരിച്ചും ആവർത്തിച്ചും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് ഇസ്ലാമിലെ ഒരു കാര്യം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കേണ്ടത് ഖുർആനാണ്. ഫഇൻ തനാസഅതും ഫീഹി ഷൈ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംശയിക്കുന്നുണ്ടെങ്കിൽ ഫറദ്ദു ഇലല്ലാഹ്, ആദ്യം നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുക, റസൂൽ. രണ്ടാമതായി പ്രവാചക ചര്യയിലേക്ക് മടങ്ങുക. അതിനകത്ത് പരസ്പര വിരുദ്ധതകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതാ ഞാൻ പറഞ്ഞത്, ഒരുപാട് പരസ്പര വിരുദ്ധതകൾ ഒറ്റ അധ്യായത്തിൽ 33 തവണയോളം ഒരേ കാര്യം തന്നെ ആവർത്തിക്കുകയാണല്ലോ. 31 33 എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടിയിട്ട് എന്തിനാ നിങ്ങൾ കളവാക്കുന്നത്? ഇപ്പോ ഏത് കാര്യമാകട്ടെ നമുക്ക് 1 വട്ടം പറയാം, 2 വട്ടം പറയാം, 3 വട്ടം പറയാം, വീണ്ടും 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 33 തവണയൊക്കെ ഒരു കാര്യം ആവർത്തിച്ച് പറയുകയാണെന്ന് വെച്ചാൽ എത്രമാത്രം അരോചകമായിരിക്കും അതൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അപ്പോ ഖുർആൻ പറയുന്നു, മുൻപുള്ള വേദങ്ങളൊക്കെ അള്ളാഹു ഇറക്കിയതാണ്. തൗറാത്ത്, സബൂർ, ഇഞ്ചീല്, ഈ ഗ്രന്ഥങ്ങളിലൊക്കെ മനുഷ്യൻ കൈകടത്തലുകൾക്ക് വിധേയമാക്കി. ലിയഷ്തറൂ ബിഹി സമനൻ ഖലീല, അവര് വളരെ കുറഞ്ഞ മൂല്യങ്ങൾക്ക് ഇസ്ലാമിനെ വിറ്റു, ഖുർആൻ ഇസ്ലാമിക ആശയങ്ങളെ വിറ്റു, അള്ളാഹു നൽകിയ മഹത്തായ സന്ദേശങ്ങളെ വിറ്റു. അതുകൊണ്ട് ആ ഗ്രന്ഥങ്ങളിലൊക്കെ മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടായതുകൊണ്ടാണ് അള്ളാഹു അത് മാറ്റി അവസാനത്തെ ഗ്രന്ഥം എന്ന് പറഞ്ഞു ഖുർആനിനെ ഇറക്കുന്നത്. ആ ഖുർആനിനകത്ത് അള്ളാഹു പറയുന്നു, ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആദ്യത്തെ ഗ്രന്ഥത്തിൽ പോയി നോക്കിക്കൊള്ളാം. ആർക്ക് വിറ്റു എന്ന് പടച്ചവനോട് ചോദിക്കണം. പടച്ചവനാ പറഞ്ഞത്, ലിയഷ്തറൂ ബിഹി, അതുകൊണ്ട് അവര് വാങ്ങി, സമനൻ ഖലീല, തുച്ഛമായ വില. ആർക്ക് വിറ്റു എന്ന് പടച്ചവനാ പറയേണ്ടത്. അപ്പൊ മുമ്പുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ കൈകടത്തലുകൾക്ക് വിധേയമാക്കി. അതുകൊണ്ട് അള്ളാഹു സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഗ്രന്ഥം എന്ന നിലയ്ക്ക്, അള്ളാഹു സത്യാസത്യ വിവേചനം എന്ന നിലയ്ക്ക് ഖുർആനിനെ ഇറക്കി. ആ ഖുർആനില് അള്ളാഹു, പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുമ്പുള്ള വേദക്കാരോട് ചോദിക്കാൻ പറയേണ്ട കാര്യമുണ്ടോ?
അതങ്ങനെ തന്നെ നിലനിൽക്കുന്നെങ്കിൽ ഈ ഖുർആനിന്റെ ആവശ്യം പോലും ഇല്ലായിരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, പറയാനും പിന്നീട് അത് മാറ്റിപ്പറയാനും, അത് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയാനും അള്ളാഹുവിനെ പോലെ വിരുദ്ധനായ ഒരു സൃഷ്ടാവ് ഒരു പക്ഷേ ചരിത്രത്തിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്, ആര് പറയുന്നതാണ് ശരിക്കും ശരിയെന്ന്? ഒരുപാട് ഖുർആനുകളുണ്ടോ? ഒരുപാട് ഹദീസുകളുണ്ടോ? ഒരുപാട് പ്രവാചകന്മാരുടെ ചര്യകളല്ലല്ലോ, മുഹമ്മദ് നബിയുടെ ചര്യകളല്ലേ നമ്മൾ പഠിക്കേണ്ടത്. 2 പ്രഭാഷകന്മാരുടെ ചെറിയ ഓരോ ഭാഗങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാകും. മുജാഹിദ് ബാലുശ്ശേരി അഹോരാത്രം ഇസ്ലാമിനെ വളർത്തുന്നതിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയോട് ഒരിക്കൽ അദ്ദേഹം പോയിട്ട്, ഇബ്രാഹിക്കായ്ക്ക് പെൺകുട്ടികളുണ്ട്, അദ്ദേഹത്തിന്റെ മക്കളെ കെട്ടാൻ ആരും വരുന്നില്ല, അതുകൊണ്ട് ഞാൻ അതിനൊരു ജീവിതം കൊടുക്കട്ടെ. അപ്പൊ ഭാര്യ പറഞ്ഞു, വേണ്ട. അല്ല, എന്നാ എനിക്ക് നിനക്ക് ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകാം. അവൾക്കും വേണ്ട, എനിക്ക് ആ സ്വർഗത്തോട് വലിയ താല്പര്യമില്ല. നിങ്ങളല്ലാതെ നിങ്ങൾ ദൈവത്തുമായിട്ട് പ്രബോധനവുമായിട്ട് നടന്നോ, ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും സാരമില്ല, പക്ഷേ നിങ്ങളെ ഷെയർ ചെയ്തിട്ടുള്ള സ്വർഗം ഉണ്ടല്ലോ, താല്പര്യമില്ലായിട്ടാ, ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പൊ അദ്ദേഹം പൊതുവേദിയിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് ദീന് കുറവാണ്, മതം കുറഞ്ഞതുകൊണ്ടാണ് ഭാര്യ അത് സമ്മതിക്കാത്തത്. എങ്ങനെയുണ്ട്? ഭാര്യ സമ്മതിക്കുമായിരുന്നെങ്കിൽ ഭാര്യയെ പോലെ ദീനുള്ള ഒരാള് വേറെ ഉണ്ടാകുമായിരുന്നില്ല. ഒന്നുകൂടി കെട്ടി, ഇവിടെയും ഇവർക്ക് കെട്ടാം, അവിടെയും ഇവർക്ക് ഇത് തന്നെയാണല്ലോ വെച്ചിട്ട് വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ആ ബാലുശ്ശേരിയെ കുറിച്ച്, ആ ബാലുശ്ശേരി പറയുന്ന കല്ലുവച്ച നുണയെ കുറിച്ച് ഇവരുടെ തന്നെ സംഘടനയിലെ പുരോഹിതനായ അനസ് മൗലവി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. കാരണം ഇവരെല്ലാവരും ദീന് വളർത്താൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയായ മതമെന്നാണല്ലോ ഇവർ പറയുന്നത്. കണക്റ്റായി, സൗണ്ട് കിട്ടുന്നില്ല. ഇറങ്ങിയിട്ട് ഒന്നും കൂടി ബ്ലൂടൂത്ത് സ്പീക്കർ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും കൂടി തിരിയത്തുമില്ലേ? ഇവരെല്ലാവരും അവരാണ് ശരിയായ മതപ്രബോധകരെന്നും അവര് പറയുന്നതാണ് ശരിയായ ഇസ്ലാം എന്നുമാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇല്ല, ജലദോഷം ഇനിയിപ്പോൾ കുളിച്ചിട്ട് വന്നതാണ്, അതുകൊണ്ട് അലർജി ഉള്ളത് കൊണ്ട് അവര് പ്രയാസമുണ്ട് എനിക്ക്. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അവസാന നാളിൽ എൻ്റെ മതം 73 വിഭാഗങ്ങളായി തിരിയും. അതിൽ ഏറ്റവും കൂടുതൽ പാപികളായിരിക്കും, നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളായിരിക്കും. ഒറ്റ വിഭാഗം മാത്രമേ എൻ്റെ സമുദായത്തിലേക്ക്, എൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരാകൂ എന്നാ പറഞ്ഞത്. അതേതാണ് എന്ന് തിരഞ്ഞെടുക്കാനുള്ള ബാധ്യത നമ്മളുടേതാണ്. ഏതാണ് ശരിയെന്ന് തിരഞ്ഞെടുക്കാൻ. ഈ മണിയാശാന പ്രസംഗം നടത്തുന്ന ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞുകൂട്ടിയ വർത്തമാനങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വിശുദ്ധ ഖുർആനിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളത്. സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ വ്യക്തി തന്നെ പ്രസംഗിച്ച ഒരു പ്രസംഗം, ആ പ്രസംഗത്തെ ഒരു പരാമർശം
അപ്പൊ പറയും വലു അന്നഹും, അങ്ങനെ ഒരു ആയത്ത് തന്നെ ഖുർആനിലില്ല. കിട്ടിയോ? വലു അന്നഹും എന്ന് തുടങ്ങുന്ന വലൗ അന്നഹും എന്ന് തുടങ്ങുന്ന ഒരു വചനം ഖുർആനിൽ ഇല്ല എന്നാണ് ബാലുശ്ശേരി പറഞ്ഞത്. ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. വലൗ അന്നഹും എന്ന് തുടങ്ങുന്ന ഒരു 2-3 വചനങ്ങൾ എനിക്കറിയാം. ഇദ്ദേഹം തന്നെ അതിന് മറുപടി പറയട്ടെ. പബ്ലിക്കായിട്ട് ഒരു വേദിയിൽ വന്നു നിന്നൊരു ഖുർആൻ പ്രഭാഷകൻ പറയുവാണ് വലൗ അന്നഹും എന്ന് തുടങ്ങുന്ന ഖുർആൻ വചനം ഖുർആനിൽ ഇല്ലെന്ന്. ഇല്ല. വലു അന്നഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല എന്നാണ് ഒരു ഞാൻ പറഞ്ഞില്ല. ഒരായത്തില്ല. സത്യ വലു അന്നഹും എന്ന് തുടങ്ങുന്ന ഒരായത്തില്ല. കണ്ടോ? 4 ആയത്തുണ്ട് ഖുർആനിൽ. ഒരായത്തല്ല, 4 ആയത്തുണ്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ. വലൗ അന്നഹും എന്ന് തുടങ്ങുന്ന ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്ന് പരസ്യമായി ഇദ്ദേഹം പ്രസംഗിക്കുകയാണ്. ഇതൊരാൾ എടുത്ത് ക്ലിപ്പാക്കിയിട്ട് കേരളത്തിൽ ഇറങ്ങിയിട്ട് പൊതുജനങ്ങളോട് പറയാ, അല്ല നമ്മുടെ ബാലുശ്ശേരിക്കാരൻ മൗലവി എന്ന് പറയുന്ന ആള് അള്ളാന്റെ പേരിൽ കൃത്രിമം കാണിച്ചിരിക്കുന്നു. കാരണം വലൗ അന്നഹും എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത് ഖുർആനിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 103-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നു വലൗ അന്നഹും ആമനൂ വത്തഖൗ ലമതൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈറുൻ ലൗ കാനൂ യഅലമൂൻ. വിശുദ്ധ ഖുർആനിലെ ആയത്ത് തുടങ്ങിയത് വലൗ അന്നഹും എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ സൂറത്ത് മാഇദയിലെ 66-ാമത്തെ ആയത്തിൽ കാണാം വലൗ അന്നഹും അഖാമുത് തൗറാത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം തുടങ്ങിയത് വലൗ അന്നഹും എന്ന് പറഞ്ഞുകൊണ്ടാണ്. വീണ്ടും വിശുദ്ധ ഖുർആൻ മറിച്ചാൽ കാണാം അതേ സൂറത്തു തൗബയിലെ 59-ാമത്തെ ആയത്ത് വലൗ അന്നഹും റദൂ മാ ആതാഹുമുല്ലാഹു വറസൂലുഹു. വീണ്ടും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ കാണാം സൂറത്ത് ഹുജറാത്തിലെ 5-ാമത്തെ ആയത്ത് വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം. 4 ആയത്ത് ഖുർആനിലുണ്ട് വലൗ അന്നഹും എന്ന് തുടങ്ങുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാ എന്താ തോന്നാ? ഖുർആൻ ഒറ്റ ആയത്തില്ല എന്നാണ്. സംശയമുണ്ടോ? ഒറ്റ ആയത്തില്ല. കാര്യം മൂപ്പര് സോളിഡ് പ്രൂഫും സിമെന്റ് പ്രൂഫും ഒക്കെയാണ്. അങ്ങനെയാണ്, വെറുതെ ഒന്നും പറയൂല. സോളിഡ് പ്രൂഫ് ഉണ്ടാവും, പിന്നെ സിമെന്റ് ഉണ്ടാവും, പിന്നെ കട്ട ഉണ്ടാവും. അങ്ങനെ വെച്ചിട്ട് മൂപ്പര് മേസ്തിരി പണി നടത്തല ഇടക്കിടക്ക്. അപ്പൊ ഇത് കേൾക്കുമ്പോ സാധാരണക്കാർ വിചാരിക്കും ഇങ്ങനെയൊക്കെ തന്നെ, ഇത് ഇദ്ദേഹം പറയുന്ന പോലെ തന്നെ. നല്ല 4 ആയത്ത് ഖുർആനിലുണ്ട്. പക്ഷെ ഞങ്ങളൊരു കൃത്രിമമായിട്ട് കണക്കാക്കണല്ലോ, ഒരു വിവരക്കേടായിട്ടേ മനസ്സിലാക്കണുള്ളൂ. നിങ്ങളൊരു ഖുർആൻ ഒരു കൃത്രിമം കാണിച്ചാൽ ഞങ്ങൾ ഒരിക്കലും പറയില്ല, നിങ്ങളുടെ വിവരക്കേടായിട്ട് തന്നെ മനസ്സിലാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ തിരുത്തിയല്ലോ. ഇപ്പോ ഞാനത് മഞ്ചേശ്വരത്ത് ഇട്ടിട്ട് പറഞ്ഞു മൗലവി 4 ആയത്ത് ഖുർആനിലുണ്ട്, നിങ്ങൾ വലൗ അന്ന ഒറ്റ ആയത്തില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. നിങ്ങൾക്ക് തെറ്റ് പറ്റിയാണെങ്കിൽ തിരുത്തണം. അദ്ദേഹം തിരുത്തി. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം തിരുത്തി. പക്ഷെ ഞാൻ അന്ന് 3 ദിവസത്തേക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. TP അബ്ദുള്ള കോയ മദനി കളവ് പറയുന്നുവെന്ന് പരസ്യമായി പ്രസംഗിച്ച ബാലുശ്ശേരിക്കാരൻ മൗലവിയോട് 3 ദിവസം അവധി നൽകിക്കൊണ്ട് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താ അറിയോ? ഇദ്ദേഹം പരസ്യമായി ഇന്റർനെറ്റിലൂടെ പ്രസംഗിച്ചു. ഇരുവേറ്റി വന്ന് പ്രസംഗിച്ച ഇരുവേറ്റിക്കാർ മാത്രമേ കേൾക്കുള്ളൂ. ഇത് ലോകം മുഴുവൻ കേൾക്കുന്ന രൂപത്തിൽ ഇന്റർനെറ്റിൽ ബൈലക്സ് ക്ലാസ് റൂമിലൂടെ ഇദ്ദേഹം പ്രസംഗിച്ചു. ഇദ്ദേഹം എറണാകുളത്ത് ജോലി ചെയ്യുന്ന സമയത്ത് എറണാകുളത്തെ വളരെ കൃത്യമായിട്ട് ഇനിയും അനസ് മൗലവി പറയുന്ന ഭാഗം ഒന്ന് കേൾക്കണം. ഇസ്ലാം മത പ്രഭാഷകർ എന്തുകൊണ്ടാണ് ഈ മേഖലയിൽ നിൽക്കുന്നത് എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. അവർക്ക് സത്യം മനസ്സിലായിട്ടില്ലേ? ഖുർആനിലെ ഇന്ന കാര്യങ്ങളുണ്ട്. നിങ്ങൾ പറയുന്ന പരസ്പര വിരുദ്ധമായ ഖുർആൻ വചനങ്ങളും ഹദീസുകളും ഒക്കെ നിങ്ങൾ പറയുമ്പോൾ ഇവരത് തുറന്നു നോക്കാറില്ലേ? ഈ ഖുർആനിൽ ഇത്തരം വാക്യങ്ങൾ ഉണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാകായിട്ടാണോ എന്ന് ചോദിച്ചു. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? വീണ്ടും ഇവരിതിനകത്ത് തന്നെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് പണം, പദവി, സ്ഥാനമാനങ്ങൾ കിട്ടുമല്ലോ, പോപ്പുലാരിറ്റി, വിദേശ ടൂറുകൾ, അംഗീകാരം, അധികാരം. തിരുവനന്തപുരം ജില്ലയിൽ സെക്രട്ടേറിയറ്റിന്റെ പുറകിൽ ഞാൻ പഠിച്ചതും പഠിപ്പിച്ചതുമായിട്ടുള്ള ഒരു കോളേജാണ് അറബിക് അക്കാഡമിക് കോളേജ്. അവിടെ ഈ മുജാഹിദ് വിഭാഗത്തിന്റെ 2 വിഭാഗം തമ്മിൽ ഗംഭീരടി തമ്മിലടി അധികാരത്തിന് വേണ്ടി. ഒടുവിൽ ഇപ്പോൾ അത് ഗവൺമെന്റിന്റെ റിസീവർ ഭരണത്തിലാണ് ഇരിക്കുന്നത് ആ സ്ഥാപനം. അതിലെ ഒരു വിഭാഗം എന്ത് ചെയ്തെന്നറിയാമോ? അവസാനം അവര് അതിനകത്ത് കയറി ഇരച്ചു കയറി
ആൾക്കാർ സക്കാത്തൊക്കെ ഇടുന്ന പൈസ ഉണ്ടല്ലോ, അതുവരെ അടിച്ചു മാറ്റി കൊണ്ടുപോയി ഒരു വിഭാഗം. പണം ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. ഇനി ഇദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടു. എന്തുകൊണ്ടാണ് ഇവർ ഈ മതത്തിൽ തന്നെ നിൽക്കുന്നത്? സത്യം മനസ്സിലാകായിട്ടാണോ? ഈ ഖുർആനിന്റെയും ഹദീസിന്റെയും സത്യസന്ധത ഇവർക്ക് മനസ്സിലാകായിട്ടാണോ? പ്രവാചകൻ മരണപ്പെട്ട് 200 വർഷങ്ങൾക്ക് ശേഷം അറബി ഭാഷ അറിയാത്ത റഷ്യക്കാരനായ ബുഖാരി എഴുതി പിടിപ്പിച്ചതൊക്കെ പ്രവാചകൻ ചെയ്തതാണോ, പറഞ്ഞതാണോ, മൗനാനുവാദം നൽകിയതാണോ? കേൾക്കുക. മുതലാളിമാർ സോളിഡ് പ്രൂഫ്, സിമെന്റ് പ്രൂഫ് ഒരു കുഴപ്പമില്ലട്ടോ. സിമെന്റ് പ്രൂഫും സോളിഡ് പ്രൂഫ് ഒക്കെ ഉള്ള സംഗതിയാ. എറണാകുളത്തെ 2 മുതലാളിമാർ, ഒന്ന് ടയോട്ട കമ്പനിയുടെ മുതലാളി എന്നാണ് അദ്ദേഹം പറയുന്നത്. ടയോട്ട കമ്പനിയുടെ മുതലാളി എറണാകുളത്തുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. ഏതായിരുന്നാലും അദ്ദേഹം പേര് പറഞ്ഞു, ബാബു മൂപ്പൻ. 2 നൂർ മുഹമ്മദ് നൂർ ഷാ എന്ന് പറയുന്ന 2 മുതലാളിമാർ. രണ്ടുപേരെയും ഞാൻ അറിയും കേട്ടോ. എറണാകുളം പട്ടണത്തിൽ 10 സെന്റ് സ്ഥലവും 1 കോടി രൂപയുടെ ഒരു വീടും എനിക്ക് ഓഫർ ചെയ്തപ്പോ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് പോന്നവനാണ് ഞാൻ. നിങ്ങൾ മനസ്സിലാക്കണം, ആളുടെ പേരൊന്നും പറയാതെ വെറുതെ അടിച്ചുവിടല്ല. എന്തൊക്കെയാ ഇവര് വെറുതെയാണോ ഈ നിൽക്കുന്നത്? എം അക്ബർ ഇക്കണ്ട കോടികൾ ഉണ്ടാക്കിയത് മതം പഠിച്ചു മതം പുരോഹിതനായി മാത്രം ഇരുന്നത് കൊണ്ടാണ്. പഠിച്ചൊരു ഡോക്ടറോ എഞ്ചിനീയറോ കളക്ടറോ അധ്യാപകനോ ആയാൽ ഇത് കിട്ടില്ല. സാക്കിർ നായിക്ക് ഇക്കണ്ട കോടികൾ ഉണ്ടാക്കിയത് ഇന്നും മലേഷ്യയിൽ ചെന്ന് രാജാവിനെ പോലെ ജീവിക്കുന്നത്. പഠിച്ച് MBBS എടുത്ത ഒരു ഡോക്ടറാണെങ്കിൽ അയാൾക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. മതം പഠിപ്പിച്ചത് കൊണ്ടാണ്. ഇന്ന് ഞാനും ഈ മതം പഠിപ്പിക്കുന്ന അതേ മേഖലയിൽ തന്നെയാണ് നിന്നിരുന്നതെങ്കിൽ എനിക്ക് ഇക്കണ്ട കോടികളൊക്കെ വരുമായിരുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മതത്തെ വിമർശിക്കുന്ന ആളുകളെ പ്രതിരോധിച്ചാൽ മാത്രം മതിയായിരുന്നു. ഇപ്പോ മതത്തെ വിമർശിച്ചിരുന്ന ആളുകൾ പോലും ഇപ്പൊ മതത്തെ വെള്ളപൂശി രംഗത്ത് വന്നു. അതാണ് പണത്തിന്റെ പവർ. എന്തൊക്കെയാണ് കൊടുക്കാമെന്ന് പറഞ്ഞതെന്ന് ഒന്നും കൂടി ഒന്ന് കേൾക്കാം, ഒന്ന് സുഖിക്കാൻ വേണ്ടി. പട്ടണത്തിൽ 10 സെന്റ് സ്ഥലവും എറണാകുളം പട്ടണത്തിലാണ്. അദ്ദേഹം പേര് പറഞ്ഞു, ബാബു മൂപ്പൻ. 2 നൂർ മുഹമ്മദ് നൂർ ഷാ എന്ന് പറയുന്ന 2 മുതലാളിമാർ. എറണാകുളം പട്ടണത്തിൽ 10 സെന്റ് സ്ഥലവും 1 കോടി രൂപയുടെ ഒരു വീടും എനിക്ക് ഓഫർ ചെയ്തപ്പോ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് പോന്നവനാണ് ഞാൻ. നിങ്ങൾ മനസ്സിലാക്കണം, ആളുടെ പേരൊന്നും പറയാതെ വെറുതെ അടിച്ചുവിടല്ല. ഇത് അദ്ദേഹം വാങ്ങിയിരുന്നെങ്കിൽ ഇത് പുറം ലോകം അറിയും. എത്ര മതപുരോഹിതന്മാർക്ക് കോടികളും വില കൂടിയ വാഹനങ്ങളും ഈ കണ്ണായ സ്ഥലത്ത് ഫ്ലാറ്റുകളും ഭൂമികളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഇത് തട്ടിത്തെറിപ്പിച്ച് പോന്നു എന്നാ പറഞ്ഞത്. എറണാകുളത്തെ കരളായ സ്ഥലത്ത് 1 സെന്റ് ഭൂമിക്ക് എത്രയാണ് വിലയെന്ന് നമുക്ക് ഊഹിക്കാം. അതിനും അപ്പുറമാണ്. 1 കോടി രൂപയും 10 സെന്റ് ഭൂമിയും. ആളുകളുടെ പേരടക്കം പറഞ്ഞിട്ടാ പറഞ്ഞത്. 2 ആളുകൾ, 2 മുതലാളിമാർ, എറണാകുളത്തുള്ള 2 മുതലാളിമാർ. എറണാകുളം പട്ടണത്തിന്റെ മധ്യഭാഗത്ത് 10 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് എറണാകുളം ടൗണിൽ ഒരാൾക്ക് 1 സെന്റ് സ്ഥലം വേണമെങ്കിൽ 50 ലക്ഷം രൂപ വേണം. പോട്ടെ, വില കുറച്ചു കൊടുക്കാം, ഒരു 30 ലക്ഷം ആയിക്കോട്ടെ. 30 ലക്ഷം രൂപ വില വെച്ചിട്ട് 10 സെന്റ് സ്ഥലമാകുമ്പോ 3 കോടി രൂപ വേണം. 3 കോടി രൂപ വില വരുന്ന സ്ഥലത്ത് 1 കോടി രൂപയുടെ വീട് എന്ന് പറഞ്ഞ 4 കോടി രൂപ. ഈ 4 കോടി രൂപ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ 2 ആളുകൾ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ പുറങ്കാല് കൊണ്ട് ഞാൻ ചവിട്ടിത്തെറിപ്പിച്ചു എന്ന് അദ്ദേഹം പരസ്യമായി പ്രസംഗിച്ചു. ഇത് കേൾക്കുന്ന ആൾക്കാർ എന്താ വിചാരിക്കുക? ഇത് കേൾക്കുന്ന ജനം എന്താ വിചാരിക്കും? മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ബാലുശ്ശേരി മൗലവിക്ക് 4 കോടി രൂപയുടെ വീടും സ്ഥലവും ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞാല് ഇത് വല്ലാത്ത സാമ്പത്തിക തിരിമറിയുള്ള ഒരു പ്രസ്ഥാനമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാൾക്ക് ഒരു പ്രാസംഗികന് 4 കോടി രൂപ വില വരുന്ന മുതൽ വെറുതെ കൊടുക്കാന്ന് പറഞ്ഞാൽ. ഞാൻ ചോദിച്ചു, അല്ല 3 ദിവസം നിങ്ങൾക്ക് തരാം, 3 ദിവസം നിങ്ങൾക്ക് തരാം. ആ 2 ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നവരാണ്. നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞല്ലോ, ആഴ്ചകൾ പിന്നിട്ടുമല്ലോ. മൗലവി, എന്തേ സത്യം മാത്രം പറയുന്ന നിങ്ങൾ വരാത്തത്?
സത്യം മാത്രം പറയുന്ന നിങ്ങൾ എന്തേ വരാത്തത്? ഈ ആദർശ പ്രസ്ഥാനത്തെ സമൂഹ മധ്യത്തിൽ വലിച്ചു കീറാൻ നാവ് ചുഴറ്റുന്നതിന് മുമ്പ് അവനവന്റെ അസ്തിത്വവും അവനവന്റെ അഭിമാനവും നിലനിർത്താനുള്ള ഒരു ഉത്തരവാദിത്തല്ലേ, ഒരു ബാധ്യതയില്ലേ? എന്താ വരാത്തത്? ഇതുവരെ വന്നിട്ടില്ല. വലുവന്നവും തിരുത്തി ഞങ്ങൾ സമ്മതിച്ചു. കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടിയിൽ വെച്ച് നടന്ന പ്രസംഗത്തിൽ നിങ്ങൾ ക്ലിപ്പിൽ തിരിമറി നടത്തിയില്ലേ? അനസിന്റെ പേരിൽ ആരോപണം അല്ലേ? നാളെ ഒരാൾ ഇവിടെ വരുന്ന ഇന്നലെ മൗലവി പ്രസംഗിക്കണ്, ഏയ് ക്ലിപ്പിൽ തിരിമറി നടത്തുന്ന ആള് ഞാൻ വെല്ലുവിളിക്കാം മൗലവിയെ. ആ തിരിമറി നടത്തിയ ക്ലിപ്പുമായി വരൂ, വെല്ലുവിളിക്കാം, നമുക്ക് സംസാരിക്കാം, ചർച്ച ചെയ്യാം. പക്ഷേ കഴിഞ്ഞ ദിവസം മടവൂരികളുടെ സംവാദ സീഡിയിലെ ക്ലിപ്പ് തിരിമറി നടത്തിയിട്ട് കൊണ്ടോട്ടി പ്രസംഗത്തിൽ, കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടി പ്രസംഗത്തിന് നിങ്ങൾ ഇട്ടിട്ട് മടവൂരികളുടെ പേരൊരു കളവും പറഞ്ഞിട്ട് മടവൂരികളോട് നിങ്ങൾ മാപ്പ് പറഞ്ഞില്ലേ? മാപ്പ് പറഞ്ഞില്ല നിങ്ങള്, തിരുത്തിയില്ല നിങ്ങള്, തിരുത്തേണ്ടി വന്നില്ല നിങ്ങള്. കൊണ്ടോട്ടി പ്രസംഗം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? 1.5 ആഴ്ച. എന്നിട്ട് ഇവിടെ പറയണെന്താ? മടവൂരികളുമായി ടൈപ്പാണ് പോലെ. ആര്? നമ്മളെ. നമ്മൾ ആരെങ്കിലും പറഞ്ഞാല് ഇല്ലാ കഥകൾ പറയുവാണെന്ന് പറയും. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മതത്തെ വിമർശിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഭീഷണികൾ ഉണ്ടാകുന്നത് എന്നറിയാമോ? മതത്തെ സംരക്ഷിക്കാൻ ഇവർ തയ്യാറാകും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ മുമ്പൊരിക്കൽ എൻ്റെ ചാനൽ തരുമോ എന്ന് ചോദിച്ചൊരാൾ സമീപിക്കുന്നു. എത്രയാണ് വേണ്ടത് എന്നാ ചോദ്യം. കാരണം അന്ന് 5 ലക്ഷം കഴിഞ്ഞു സബ്സ്ക്രിപ്ഷൻ. ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക മാത്രമല്ല, അതിൽ കിടക്കുന്ന 12,000 വീഡിയോകൾ കൂടി ഡിലീറ്റ് ചെയ്താൽ ഇസ്ലാമിന് വേണ്ടി അത്രയും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് ഞാൻ ഈ ഭൂമിയിൽ ചെയ്യുന്ന ജിഹാദ്. കാരണം ഇനി എൻ്റെ അത്രയും വീഡിയോ ഒരാളും കേൾക്കത്തില്ലല്ലോ. കേട്ടതോ കേട്ടു. ഇനിയും അത് കേട്ട് എത്രയോ ആളുകൾ ഇസ്ലാമിനെ വിമർശിച്ച് രംഗത്ത് വരാനിരിക്കുന്നു. അത്രയും ആളുകളെ എനിക്ക് തടയാൻ കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണ്. അപ്പോൾ ഇസ്ലാമിനെ വളർത്താൻ, മതത്തെ വളർത്താനും പണം കൊടുക്കും, മതത്തെ തളർത്തിയവരെ തളർത്താനും പണം കൊടുക്കും. അവരെ കുറിച്ച് എന്തില്ലാ കഥകൾ പറഞ്ഞാലും ശരി, ഫണ്ട് വരും. മുമ്പ് പ്രവാചകനെ പച്ചത്തെറി പറഞ്ഞിരുന്ന ആളുകളൊക്കെ ഇന്ന് വാനോളം പൊക്കുന്നത് കേട്ടാൽ ഉറപ്പിച്ചോ, ഇത് തന്നെ കാര്യം. ഇത് ഒരാൾ പറഞ്ഞതാണ്, അനസ് മൗലവി പറഞ്ഞതാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. എന്നാൽ ഒരു മൗലവി പറഞ്ഞത് കൂടി ഒന്ന് കേൾക്കുക. മുജാഹിദ് ബാലുശ്ശേരിയുടെ വിഡ്ഢിത്തം തന്നെയാണ്, കേൾക്കാം. ഇപ്പോ ബാലുശ്ശേരിക്കാരൻ പ്രസംഗിക്കാൻ എന്താണ് ഈ ആളുകൾക്ക് മലയാളം അറിയോ? ഞാൻ മലയാളം ഡിഗ്രി വരെ പഠിച്ച ആളാണ്. പറയാ, ഞാൻ മലയാളം ഡിഗ്രി വരെ പഠിച്ച ആളാണ്. 8ാം ക്ലാസ് മുതൽ സ്പെഷ്യലായി മലയാളം ഡിഗ്രി വരെ പഠിച്ച ആളാണ്. പഠിച്ചോ ഇല്ലയോ നമുക്ക് വേറെ ആലോചിക്കാം. ഡിഗ്രി വരെ എവിടെയാ പഠിച്ചതൊക്കെ നമുക്ക് വേറെ ചോദിക്കാം. അവിടെ നിൽക്കട്ടെ. ഡിഗ്രി വരെ പഠിച്ച ആളാണ് ഞാൻ ഒരു കാര്യങ്ങളോട് പറയട്ടെ, വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത്. കാരണം മൂപ്പർക്കറിയാ പറയാൻ വന്ന പൊട്ടത്തരാണ്. എന്നിട്ട് പറയാം, എന്ത് നമ്മളുടെ മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാർക്ക് മലയാള ഭാഷയിൽ ചില പരിമിതികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ജിന്നുകളെ സംബന്ധിച്ച് അദൃശ്യം അഭൗതികം എന്നൊക്കെ പ്രയോഗിച്ചത്. എന്ത് മനസ്സിലായി? പൂർവിക പണ്ഡിതന്മാരൊക്കെ അഭൗതികം എന്ന് പറഞ്ഞു എന്ന് മനസ്സിലായോ? ഇവരെന്താ പറഞ്ഞത്? ആരും പറഞ്ഞിട്ടില്ല. ഒരാളും ജിന്നിനെ സംബന്ധിച്ച് അഭൗതികം എന്ന് പറഞ്ഞിട്ടില്ല. ഒരാളും അഭൗതികം എന്ന് പറയാറില്ല. ഇപ്പൊ ഇവരുണ്ടാക്കിയ കോക്കസ് ഉണ്ടാക്കിയ മൂവർസംഘം ഉണ്ടാക്കിയതാണ് അഭൗതികം. ഇതെന്താണെന്നറിയാമോ? വിഷയം ഞാൻ പറഞ്ഞു തരാം. മനുഷ്യരെ പോലെ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് ജിന്നുകളും. ഈ ജിന്നുകൾക്ക് മനുഷ്യനെ നശിപ്പിക്കാൻ കഴിയും, അവൻ്റെ ഉറ്റ ചങ്ങാതിയാകാൻ കഴിയും, മനുഷ്യനെ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയും. ഇതൊക്കെയാണ് ഇവരുടെ വിശ്വാസം. ഇതാണ് ബാലു അണ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മേശവലിപ്പ് തുറന്നിട്ട് വലിച്ചടയ്ക്കരുത്, ജിന്നതിനകത്ത് കുടുങ്ങും. പുറത്തേക്ക് വെള്ളമൊക്കെ അരിയൊക്കെ ഊറ്റിയിട്ട് ചൂടുവെള്ളം എടുത്ത് ഒഴിക്കരുത്, അവിടെ ജിന്നുണ്ടാകും, ജിന്ന് മരിക്കും. ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത കളവുകളാണ് ഇപ്പോൾ ഈ മതപുരോഹിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാണെന്ത്? അത് നമ്മുടെ പഴയ പണ്ഡിതന്മാർക്ക് മലയാള ഭാഷയിൽ ചില പരിമിതികൾ ഉണ്ടായിരുന്നു. അതില്ലാത്തതാരാണ്? ഡോക്ടർ ഉസ്മാൻ സാഹിബ്. എന്തുകൊണ്ടാണ് അബോധികം എന്ന് പറയാൻ പാടില്ലാത്തത്?
അള്ളാഹിന്റെ എല്ലാ പടപ്പുകളും പറയണം വരും. അള്ളാഹിന്റെ എല്ലാ പടപ്പുകളും ഒരു ഭൗതിക വസ്തു കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതിനെ അഭൗതികം എന്ന് പറയാൻ പാടില്ല. എന്നിട്ട് പറയാ ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇതിനെ പറ്റിയൊന്നും അദൃശ്യം എന്നല്ലാതെ അഭൗതികം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ആകെ മൂപ്പർ ഒറ്റ കാര്യത്തെ പറ്റിയാ പറഞ്ഞത്, അത് റൂഹിനെ പറ്റിയാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ റൂഹ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് അതിനെ പറ്റി അഭൗതികം എന്ന് പറഞ്ഞത്. എന്തായാലും ഉണ്ടാക്കിയെന്ന് ഉറപ്പല്ലേ, ഒരു ഭൗതിക വസ്തു എന്ന് ഉറപ്പല്ലേ ഇവരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണെങ്കിൽ അതിന് അഭൗതികം എന്നല്ല പറയേണ്ടത്. എല്ലാ മഖ്ലൂക്കുകളും അഭൗതികമാണെങ്കിൽ റൂഹ് മഖ്ലൂക്കല്ലേ, റൂഹ് ഖാലിഖാണ്. ഈ ജാതി വിവരക്കേട് വിളമ്പി. എന്നാൽ ഈ വിളമ്പുമ്പോൾ തന്നെ മറക്കാൻ ശ്രമിച്ച, ഒളിച്ചു വെക്കാൻ ശ്രമിച്ച കാര്യം എന്താണ്? ഫൈസൽ മുസ്ലിയാർ കോഴിച്ചനയിൽ എഴുതിയത് ഭൗതികമായ ജിന്ന് എന്നല്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്ന് എന്ന്. ഞാൻ സാധാരണ പറയാറുണ്ട്, കാദ്യാനികൾ കണ്ടാൽ ചിലപ്പോ ചോദിക്കും ഈസാ നബി മരിച്ചോ എന്ന് ചോദിക്കും. ചോദ്യം കേട്ടാ എന്താ വിചാരിക്കുക, ഇപ്പോ ടിവിയിൽ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് ഇങ്ങനെ ഈസാ നബി അന്തരിച്ചു എന്ന് കണ്ടപ്പോ അത് സ്ഥിരീകരിക്കാൻ വേണ്ടി നമ്മൾ ചോദിക്കില്ല, ഇപ്പൊ ഒരാളെ മരണ വാർത്തയൊക്കെ ഫ്ലാഷ് ന്യൂസ് ആയി വന്ന് അത് എല്ലാവരും അറിഞ്ഞിട്ടില്ലെങ്കിൽ അല്ല ഇങ്ങനെ മരണപ്പെട്ടോ എന്ന് ചോദിക്കണം. അവർ ഇപ്പൊ ഫ്ലാഷ് ന്യൂസ് കണ്ട് ഇറങ്ങിയതാണ്. എന്തിനായത്? ഈസാ നബി മരിച്ചു എന്ന് ഉറപ്പിച്ചാലേ ഓന് കാദ്യാനിനെ കൊണ്ടുവരാൻ കഴിയുള്ളൂ. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി നബിയായി കൊണ്ടുവരണമെങ്കിൽ ഈസാ നബി മരിക്കണം. അതിനാണ് ഈസാ നബി മരിച്ചോ എവിടെ മുഖാമുഖം നടത്തിയാലും ഖാദിയാനികൾ ചോദിക്കുന്ന ചോദ്യം, ഈസാ നബി ജീവിച്ചിരിപ്പുണ്ടോ, ഈസാ നബി മരിച്ചോന്ന്. മരിച്ചു എന്ന് തെളിയിക്കണം. അതേപോലെ ജിന്നുകളൊക്കെ കണ്ടാൽ എന്താ ചോദിക്കല്, ജിന്ന് ഭൗതികോ അഭൗതികോ, മലക്ക് ഭൗതികോ അഭൗതികോ, എന്തിനായത്? ഇനിയാണ് വളരെ പ്രസക്തമായ ഒരു ഭാഗം നമുക്ക് എടുക്കാനുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഏതാണ്ടൊരു കാര്യം മനസ്സിലായില്ലേ? ഈ മുസ്ലിം പുരോഹിതന്മാർക്കിടയിൽ തന്നെ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ആര് മുന്നോട്ട് വെക്കുന്നതാണ് ശരിയായ ഇസ്ലാം, ആര് പറയുന്ന ഇസ്ലാമിനാണ് പ്രശ്നങ്ങൾ ഉള്ളത്, ഇവർ പരസ്പരം തന്നെ തമ്മിലടിയാണ്. എന്നിട്ടാണ് ഇവർ സെബാസ്റ്റ്യൻ പുന്നക്കലിനെ പഠിപ്പിക്കാൻ പോകുന്നത്. കേട്ടോ, നിങ്ങൾ പറയാതിരിക്കാനാണ് നാം ഇത് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചത്. സത്യവേദം അവതരിപ്പിക്കുന്നത് എന്തിനാണ്? സത്യവേദം അവതരിപ്പിക്കുന്നത് ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് നൽകാൻ വേണ്ടി. ഖുർആൻ അവതരിപ്പിച്ചത് എന്തിനാണ്? ആ ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് കൊടുക്കാൻ വേണ്ടി. അല്ല, ഖുർആൻ അവതരിപ്പിച്ചതിന്റെ പ്രധാനം മുമ്പുള്ള ഇഞ്ചീൽ, തൗറാത്ത്, സബൂർ, ഈ 3 ഗ്രന്ഥങ്ങളിലും മനുഷ്യന്മാർ കൈകടത്തലുകൾ ഉണ്ടാക്കി. ചെറിയ വിലയ്ക്കു വേണ്ടി, ഭൗതിക താല്പര്യങ്ങൾക്കു വേണ്ടി, സുഖ സൗകര്യത്തിനു വേണ്ടി അവർ ഖുർആനിനെ വിറ്റു. ഖുർആനല്ല, അതൊക്കെ അത്തരം വേദങ്ങളെ അവർ വിറ്റു. അത്തരം മത പുരോഹിതന്മാരെ കുറിച്ച് തന്നെ ഖുർആൻ സൂറത്ത് തൗബയിൽ പറയുന്നത്, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുന്നവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും ചെയ്യുന്നവരാണെന്ന്. അല്പം ഈ ഭാഗം കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവും. കൊടുത്തിട്ടുള്ള പുസ്തകങ്ങളെ അശ്രദ്ധമായി അത് വായിക്കാതെ വിട്ട, അത് പഠിക്കാതെ വിട്ട, ക്രിസ്ത്യാനികളും യഹൂദന്മാരും പഠിച്ചിരുന്ന സത്യവേദങ്ങളെ പഠിക്കാതെ ഉഴപ്പി നടന്നേച്ച അറബികൾക്ക് അങ്ങനെ ഉഴപ്പി നടന്നു എന്ന് അവരൊരു അവകാശവാദം പറയാതിരിക്കാൻ വേണ്ടി മാത്രം കൊടുത്ത പുസ്തകമാണ് ഖുർആൻ. എന്നിട്ട് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ ഇവർ മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമാക്കിയതുകൊണ്ട് അതിനെയൊക്കെ അസത്യപ്പെടുത്തിയിട്ട് സത്യാസത്യ വിവേചനം എന്ന് പറഞ്ഞു ഖുർആനിനെ ഇറക്കി കൊടുക്കുന്നു. അക്ബർ പറയുക, ആ ഖുർആൻ വെച്ച് വേണം ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥം സത്യമാണോ അല്ലെന്ന് തീരുമാനിക്കണം. സത്യവേദം എടുത്തത് ഖുർആനിൽ തന്നെ പറയുന്നു ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ. ഖുർആൻ കൊടുത്തത് ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാനല്ല, അതിനുവേണ്ടി കൊടുത്ത സത്യവേദത്തിനകത്ത് ഇവർ പഠിക്കാത്തത് കൊണ്ട് അല്ല. സത്യവേദം തിരുത്തപ്പെട്ടത് കൊണ്ടാണോ? സത്യവേദം മനുഷ്യൻ കൈകടത്തിയത് കൊണ്ടാണോ? സത്യവേദത്തിനകത്ത് സത്യവും അസത്യവും കൂടി കലർന്നുകൊണ്ടാണോ ഖുർആൻ കൊടുത്തത്? അല്ല. അവർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതിനെ പറ്റി ഞങ്ങൾ അശ്രദ്ധരായിരുന്നു എന്നൊരു എക്സ്ക്യൂസ് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഖുർആൻ കൊടുത്തത് എന്ന് അള്ളാഹു ഇവിടെ പറയുന്നതായിട്ട് വഴക്ക് പറയുന്നതായിട്ട് മുഹമ്മദ് ഇവിടെ പറയുന്നതായിട്ട് ഉസ്മാൻ എഴുതി ഉണ്ടാക്കിയ ഖുർആനകത്ത് പറയുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോ ഖുർആൻ ബൈബിളിനകത്ത് കൈകടത്തലുള്ളതുകൊണ്ടാണോ ഖുർആൻ കൊടുത്തത്? അല്ല. ബൈബിളിനകത്ത് കൈകടത്തലുള്ളതുകൊണ്ടാണോ ഖുർആൻ കൊടുത്തത്? അല്ല. ബൈബിളിൽ മനുഷ്യൻ തെരുവര നടത്തിയതാണോ ഖുർആൻ കൊടുത്തത്? അല്ല. അപ്പൊ ഇതൊക്കെ ഇരട്ടത്താപ്പല്ലേ ഇവര് പറയുന്നത്? ഖുർആൻ കൊടുത്തത് ബൈബിളിൽ കൊടുക്കപ്പെട്ടിട്ടുള്ള 2 വിഭാഗങ്ങൾ ഉഴപ്പിയത് കൊണ്ടാണോ? അല്ല. ഈ ഖുർആൻ കൊടുക്കുന്നതിന് മുമ്പുള്ള 2 വിഭാഗങ്ങൾ, വേദം കിട്ടിയ വിഭാഗങ്ങൾ, ആ വേദത്തിനകത്ത് തിരുവര നടത്തിയതുകൊണ്ടാണോ ഖുർആൻ കൊടുത്തത്? അല്ല. അവർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതിനെ പറ്റി അറബികൾ ശ്രദ്ധിക്കാതിരുന്നോണ്ടാണ് ഖുർആൻ കൊടുത്തത്. അല്ലാതെ അവർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുന്നത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഖുർആന്റെ ആവശ്യം പോലുമില്ല.
അപ്പോ എന്തിനാ അക്ബർ സാഹിബ് ഇങ്ങനെ തോന്നുമ്പോ തോന്നുന്നത് പറയുന്നത്? ഇടയ്ക്ക് നിങ്ങൾ പറയും ഖുറാനകത്ത് പറയുന്നു മനുഷ്യർ ബൈബിളിനകത്താണ് കരവിരുത് നടത്തിയത്. ഇപ്പൊ പറയാണ് മനുഷ്യർ കരവിരുത് നടത്തിയതെന്നുള്ള ഖുറാൻ കൊടുത്തത് ഈ അറബികള് വിവരമില്ലാത്തവരായിട്ട് ക്രിസ്ത്യാനികളും ഈ യഹൂദന്മാരും പഠിപ്പിക്കുന്ന സത്യദൈവത്തെ അംഗീകരിക്കാതെ കണ്ട അറബിദേവനായ അള്ളാഹുവിന്റെ പുറകെ നടന്നുകൊണ്ടാണ് ഈ പറയുന്ന ഖുറാൻ എന്ന് പറയുന്ന പുസ്തകം ഇറക്കിയത്. ഇവിടെ അള്ളാഹു പറയും ഇതിലേതെങ്കിലും ഒന്ന് അള്ളാഹുവിനോട് പറയണം. ഓക്കെ, ഇനി ഇവിടെ പറയാണ് ദുർമാർഗത്തിലേക്ക് നടത്തുന്ന ഗ്രന്ഥം വേദഗ്രന്ഥമാവില്ല. എല്ലാം തന്നെ ദൈവിക മാർഗദർശനം അനുധാപനം ചെയ്യുവാൻ മനുഷ്യരെ പഠിപ്പിക്കുന്ന മാർഗങ്ങളായിരുന്നു എന്നാണ്. വേദഗ്രന്ഥങ്ങളെല്ലാം തന്നെ എന്തായിരുന്നു എന്നാണ് പറയുന്നത്? ഒന്നുകൂടെ കേട്ടോ. വേദഗ്രന്ഥങ്ങളെല്ലാം എന്താണെന്ന് പറയുന്നത്? എല്ലാം തന്നെ ദൈവിക മാർഗദർശനം അനുധാപനം ചെയ്യുവാൻ മനുഷ്യരെ പഠിപ്പിക്കുന്ന മാർഗങ്ങളായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ അർത്ഥസംഖ്യയില്ലാത്തവണ്ണം വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക വേദഗ്രന്ഥത്തെ മാത്രമല്ല, ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളെല്ലാം തന്നെ മനുഷ്യരെ നേരായ മാർഗത്തിലൂടെ നയിക്കുവാൻ പ്രേരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും അങ്ങനെ മോക്ഷത്തിൽ എത്തിച്ചേരുവാൻ പര്യാപ്തമാക്കുന്നതുമായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ദൈവം കൊടുത്ത വേദഗ്രന്ഥങ്ങളെല്ലാം മനുഷ്യനെ സന്മാർഗത്തിലൂടെ മോക്ഷത്തിലേക്ക് നടത്താൻ വേണ്ടി കൊടുത്തതാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ മനുഷ്യനെ ചോദ്യം വീണ്ടും ബാക്കിയാണ്. മുമ്പുള്ള വേദഗ്രന്ഥങ്ങളൊക്കെയും മനുഷ്യനെ സന്മാർഗത്തിലേക്ക് നടത്താനായിരുന്നില്ലേ? ഒരു പുസ്തകം ഇറക്കിയിട്ട് ആ പുസ്തകത്തെ പോലും മനുഷ്യന്റെ കൈകടത്തലുകളിൽ നിന്നും സംരക്ഷിക്കാൻ സാധിക്കാത്ത സർവ്വലോക രക്ഷിതാവ് സർവശക്തനാണെന്ന് വിശ്വസിക്കണമല്ലേ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, പടച്ചോനൊരു പുസ്തകം ഇറക്കി, അതിനകത്ത് എന്താണ് പറയുന്നത് എന്ന് മനുഷ്യന് മനസ്സിലാകുന്നില്ല. മനുഷ്യന്റെ മാർഗദർശനമായിട്ടാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത്. പക്ഷേ ഇത് എന്താണ് ഈ പുസ്തകത്തിനകത്ത് പറയുന്നത് എന്ന് ഇതുവരെ മനുഷ്യന്മാർക്ക് മനസ്സിലായിട്ടില്ല. ഇതെങ്ങനെ ശരിയാകും? ഈ പുസ്തകം കൊണ്ട് മനുഷ്യൻ ദുർമാർഗത്തിലാകുമെന്ന് പടച്ചോൻ പറയാ. യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ഈ ഗ്രന്ഥം കൊണ്ട് ബഹുഭൂരിപക്ഷം ആളുകൾ ദുർമാർഗത്തിലാകും, ബഹുഭൂരിപക്ഷം ആളുകൾ സന്മാർഗത്തിലാകും. ഇതെങ്ങനെയാ പടച്ചോനിറക്കിയ ഒരു പുസ്തകം കൊണ്ട് ജനങ്ങൾ വഴിപിഴയ്ക്കുകയും നന്നാകുകയും ചെയ്യുക? ഈ പുസ്തകം കൊണ്ട് ബാലുശ്ശേരി നന്നായി, എം അക്ബർ നന്നായി, സാക്കിർ നായിക്ക് നന്നായി. ഈ പുസ്തകം കൊണ്ട് ഞാൻ ഇല്ലാതായി, ദുർമാർഗത്തിലായി, എന്നെ പോലെ ലക്ഷക്കണക്കിന് ആളുകൾ ഇല്ലാതായി. ഉത്തരവാദി ആരാണ്? ഉത്തരവാദി ആരാണ്? പടച്ചോനല്ലേ പറഞ്ഞത്. പടച്ചോന്റെ കിതാബ് കൊണ്ട് പടച്ചോൻ കുറച്ചാളുകളെ നന്നാക്കുമെന്നും കുറച്ചാളുകളെ നശിപ്പിക്കുമെന്നും ഒക്കെ പടച്ചോൻ പറഞ്ഞതല്ലേ? പടച്ചോൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. പടച്ചോൻ പറഞ്ഞതുപോലെ ഞാൻ വഴികേടിലായിട്ടില്ലെങ്കിൽ പടച്ചോന്റെ കൽപ്പന, പടച്ചോന്റെ വിധി തെറ്റത്തില്ലേ? അപ്പോഴും പടച്ചോന്റെ കൽപ്പന അങ്ങനെ തന്നെ നിറവേറ്റിയ ആള് ഞാനല്ലേ? ഇത് ചോദിക്കുമ്പോൾ എന്നെ തെറി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഈ ഗ്രന്ഥം കൊണ്ടാണ് ജനങ്ങൾ വഴിപിഴയ്ക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ പുസ്തകം സ്വന്തം ഭാഷയിൽ ഒരാവർത്തിയെങ്കിലും ഒന്ന് വായിച്ചാൽ തീരാവുന്നതേ ഉള്ള വിഷയം. സ്വന്തം ഭാഷയിൽ ഒരാവർത്തിയെങ്കിലും ഈ ഖുർആൻ ഒന്ന് വായിച്ചാൽ അവരാ മതം ഉപേക്ഷിക്കും. ആ ഫ്ലാഷ് മീഡിയ ഒരു പണിയുമില്ല, മറ്റൊരു പണിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്തേ? ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ മതഗ്രന്ഥം ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലായി, അവരതിനെ വിമർശിച്ചു തുടങ്ങി. മതപുരോഹിതന്മാർ പരസ്പരം ചെളിവാരി എറിഞ്ഞ് ഇനിയും യുക്തിവാദികൾ തൽക്കാലം വിശ്രമിച്ചോളൂ, ഈ മതത്തെ പൊളിച്ചടുക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് വിളിച്ചു പറയുവാണ് ലോകത്തോട്. ഇവർ തന്നെ തമ്മി തന്നെ തല്ലി ഇതിനകത്തുള്ളത് എന്താണ് എന്ന് ജനങ്ങളെ അറിയിച്ചിരിക്കും, സംശയമില്ല. വീണ്ടും കാണാം. ശുഭരാത്രി. എല്ലാ അംഗങ്ങളും വന്നല്ലോ. നമ്മുടെ യുക്തിവാദിയുടെ പനി മാറിയില്ലേ? ഫീവറാണെന്ന് പറഞ്ഞിരുന്നല്ലോ, കണ്ടില്ലല്ലോ. മാറുമെന്ന് വിചാരിക്കല്ലേ. എല്ലാവർക്കും ശുഭരാത്രി. പിന്നെ നാളെ കാണാട്ടാ. ബിഗ് ടാക്കും നമുക്ക്, ഞാൻ വിചാരിക്കുന്നത് അറബി ക്ലാസ്സിന് പുറമേ അതല്ല നമുക്ക് വേണ്ടത്. ഈ ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്കൊന്ന് പഠിക്കണം, പഠിപ്പിക്കണം.
ഇതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് എല്ലാവരും ഒന്ന് അറിയണ്ടേ. അങ്ങനെ ഒരു ഖുർആൻ ക്ലാസ് നമുക്ക് ഒട്ടനെ സ്റ്റാർട്ട് ചെയ്തേക്കാം. ഓക്കെ, ഓക്കെ, ഗുഡ് നൈറ്റ്. ബുഖാരി നമുക്കത് ചെയ്യാം.